കേസുമായി ബന്ധപ്പെട്ട് വീണ്ടും CPM അവിടെ പണപ്പിരിവ് നടത്തുന്ന ഒരു ആക്ഷേപം പുറത്തേക്കുണ്ട്. 500 രൂപ വെച്ച് പാർട്ടി അതായത് കേരളത്തിലെ ജനങ്ങളോടും നീതിന്യായ വ്യവസ്ഥയെയും CPM വെല്ലുവിളിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരു ദിവസം പറഞ്ഞു, 2 ചെറുപ്പക്കാരെ, 2 കുടുംബത്തിൻ്റെ പ്രതീക്ഷകളായ ചെറുപ്പക്കാരെ ക്രൂരമായി വെട്ടിക്കൊന്നിട്ട് അതിന് മുഴുവൻ ആസൂത്രണവും നൽകിയിട്ട് അതിലെ പ്രതികൾ ഇരട്ട ജീവപര്യന്തം കിട്ടിയ പ്രതികൾ ജയിലിലേക്ക് വരുമ്പോൾ ജയിലിൻ്റെ മുന്നിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ച് അവരെ സ്വീകരിക്കുന്നൊരു പാർട്ടി എന്ന് പറയുന്നത് അന്തർദേശീയ തീവ്രവാദ സംഘടനകളെക്കാൾ മോശമാണ്. എന്താണ് CPM ഈ ഗവൺമെൻറ് കേരളത്തിലെ ജനങ്ങൾക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നിങ്ങൾ കൊന്നിട്ട് വരാനാണ് പറഞ്ഞത്. കൊന്നിട്ട് വന്നോ, ഞങ്ങൾ സംരക്ഷിക്കുമെന്നല്ലേ ഒരു പാർട്ടി പറയുന്നത്? അത് നീതിന്യായ വ്യവസ്ഥയോടുള്ള വെല്ലുവിളിയാണ്. CPMൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായ ഒരാൾ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴാണ് CPM ജനങ്ങളെ വെല്ലുവിളിച്ച് നടത്തുന്നത്. ഇനിയിപ്പോൾ അവരെ സംരക്ഷിക്കാൻ, അവരുടെ കുടുംബത്തെ സംരക്ഷിക്കാൻ, അതായത് CPMന് വേണ്ടി ആര് കൊല്ലാനിറങ്ങിയാലും അവരെയും അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കും എന്നാണ്. പിന്നെ പിരിവ് അവരുടെ സ്ഥിരമായ ഒരു രീതിയാണ്. ആ അഭിമന്യുവിന് വേണ്ടി പൈസ വിധിച്ചിട്ട് അതിൻ്റെ 1/3 പോലും ആ കുടുംബത്തിന് കൊടുത്തിട്ടില്ല. ബാക്കി പൈസ എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അതവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരായ 100 വനിതാ ജീവനക്കാർ നാളെ പിണറായി വിജയന് സ്തുതിഗീതം. ഇത് ഞാൻ പറയില്ലേ, പഴയ രാജകൊട്ടാരങ്ങളിൽ ഉണ്ടായിരുന്ന വിദൂഷകന്മാരെ പോലെ കുറേ ആളുകളെ ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുക. അവർ മന്നവേന്ദ്ര വിളങ്ങുന്നു നിൻമുഖം ചന്ദ്രനെ പോലെ എന്ന് പാടിയ രാജകൊട്ടാരത്തിലെ വിദൂഷകന്മാരെ പോലെ ഈ പുതിയ രാജഭരണകാലത്ത്, പിണറായി ഭരണകാലത്ത് പുതിയ വിദൂഷക വേഷം കെട്ടി അതാടുകയാണ്. പണ്ട് രാജാക്കന്മാർ സിംഹാസനത്തിലിരുന്ന് ആ വിദൂഷകന്മാരുടെ സ്തുതിഗീതങ്ങൾ കേട്ട് ആസ്വദിച്ചതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയും അത് ആസ്വദിക്കുകയാണ്. അല്ലെങ്കിൽ പറയണ്ടേ, ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ? ഈ ഏർപ്പാട് നിർത്താൻ പറയണ്ടേ? എന്നെക്കുറിച്ചാണ് ആരെങ്കിലും ഇതുപോലൊരു കവിത കെട്ടി പാടുവാണെങ്കിൽ ഞാൻ ഓടി രക്ഷപ്പെടും. അത് കേൾക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി രക്ഷപ്പെടും. കാരണം ഇത് ഉണ്ടാക്കി വന്നവൻ്റെ ഉദ്ദേശം എന്താണെന്നെങ്കിലും നമുക്ക് മനസ്സിലാക്കണ്ടേ? അത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും അൺപോപ്പുലറായി നിൽക്കുന്ന, ജനവിരുദ്ധനായി നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രിയെക്കുറിച്ച് ഇതുപോലെ കവിത എഴുതുന്നവരെ ഒരു നല്ല നമസ്കാരം അവർക്ക് പറയണം. അത്രയും.